നമസ്കാരം. താമരശ്ശേരി ചുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കേരള സർവകലാശാല ജിയോളജി വകുപ്പിൽ നിന്നും അടുത്തിടെ വിരമിച്ച പ്രൊഫസർ ഡോക്ടർ എ പി പ്രദീപ് കുമാറാണ്. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് കുട്ടികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്ന് നമ്മളെല്ലായ്പ്പോഴും പറയുന്ന കുട്ടികളെ ഓരോ നിമിഷവും നമ്മൾ അവരുടെ ഓരോ ചലനങ്ങളും നോക്കി അവിടെ സൂക്ഷിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ മുതിർന്ന പൗരന്മാരായി സ്കൂളിലും കോളേജിലുമൊക്കെ കടന്ന് പോയി ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു തലമുറ. അത് അവരുടെ ഇപ്പോൾ വസ്ത്രങ്ങൾ അലക്കി തേക്കുന്നതായിക്കോട്ടെ, അവരുപയോഗിക്കുന്ന വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, അവർ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലത്തെ ചെയ്യുന്നതായിക്കോട്ടെ, ഇതൊക്കെ മുതിർന്നവർ തന്നെ ചെയ്യേണ്ടതും വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമെടുത്ത് കാണുന്നുള്ളൂ. അപ്പം എന്താണ് ഇത് എന്ന് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ചപ്പോഴാണ് പ്രൊഫസർ പ്രദീപ് കുമാർ കുറേ കാലം ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം നടത്തിയിട്ട് ഈ ജർമ്മനിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ഒരു ആളാണ്. ജർമ്മനിയാണ് നമുക്കറിയാം ലോകത്തിൽ 300ഓളം വർഷം പഴക്കമുള്ള ഒരു നൈപുണ്യ വികസന പാരമ്പര്യമാണുള്ളത്. ഒരു ശരാശരി ജർമ്മൻ വിദ്യാർത്ഥി ഇന്ത്യൻ വിദ്യാർത്ഥി വളരുന്ന പോലെ അല്ല വളരുന്നത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഡോക്ടർ പ്രദീപ് കുമാർ, സ്വാഗതം താമരശ്ശേരി ചുരത്തിലേക്ക്. താമരശ്ശേരി ചുരത്തിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. 2ാം തവണയാണ് ഞാൻ ഈ താമരശ്ശേരി ചുരത്തിൽ പങ്കെടുക്കുന്നത്. അടുത്തിടയ്ക്ക് ജർമ്മനിയിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നതില്ല? അതെ, ഞാൻ ജർമ്മനിയിലൊരു 2 ആഴ്ച മ്യൂണിക്, സ്റ്റുട്ട്ഗാർട്ട്, കാൾസ്റൂഹെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്പെൻഡ് ചെയ്തു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൽ സ്പെൻഡ് ചെയ്ത സമയമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2-3 കാര്യങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമ്മൾ എപ്പോഴും കഴിക്കാറുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അതിൻ്റെ ജർമ്മൻ വാക്ക് ഒരു വളരെ നീണ്ട ഒരു വാക്കാണ്. പിന്നെ ഉള്ളത് കുക്കു ക്ലോക്ക്. കുക്കു ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉത്ഭവം ട്രൈബർഗ് എന്ന് പറഞ്ഞ ജർമ്മനിയിലെ ഒരു വില്ലേജിലാണ്. അത് ഈ ബ്ലാക്ക് ഫോറസ്റ്റിനകത്താണ് ഈ വില്ലേജ്, ട്രൈബർഗ്. അപ്പോൾ അങ്ങനെയുള്ള 1-2 അവിടുത്തെ അവരുടെ ഹാൻഡി വർക്കിൻ്റെ എക്സാമ്പിൾസ് ഉത്ഭവിച്ച സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, സാധാരണ താങ്കളുടെ അടുത്തുനിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു ശരാശരി ജർമ്മൻ പൗരൻ സാധാരണ വീട്ടിൽ ചെയ്യേണ്ട പല പണികളും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യുന്ന ഒരു കാർപ്പൻട്രി വർക്ക് ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാറിൽ എന്തെങ്കിലും, അതൊരു ഇപ്പോൾ എത്ര ഉയർന്ന ആളാണെങ്കിലും അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതിനെക്കുറിച്ച് ഞാനും അത് ജർമ്മനിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. പക്ഷെ നേരിട്ട് ഞാൻ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ അവരുടെ വീടുകളിൽ പലതും പോയിട്ടുണ്ട്. ഇത്തവണയും ജർമ്മൻ സ്റ്റുട്ട്ഗാർട്ട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബേറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് ഒരു 3 നില കെട്ടിടം, അതിൻ്റെ ബേസ്മെൻറ്റും കൂടെ ഉണ്ട്. 4 എന്നിട്ടത് ബേസ്മെൻറ്റാണ്. ആ ബേസ്മെൻറ്റ് ഇവിടുത്തെ ഒരു നല്ലൊരു ടൂൾ വർക്ക്ഷോപ്പ് പോലെയാണ് ബേസ്മെൻറ്റ്. അതിനകത്തില്ലാത്ത ടൂൾസ് ഇല്ല, എല്ലാത്തരം ടൂൾസും ഉണ്ട്. പക്ഷേ ഈ ടൂൾസ് അവിടെ ഉണ്ട്, സ്വന്തമായിട്ട് ഇത് വെച്ച് വർക്ക് ചെയ്യുകയും വേണം. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ ഈ പ്രൊഫസറുടെ അടുത്ത് തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള
നമ്മുടെ ഹാൻഡി വർക്ക് എന്ന് പറയും അതിൽ, അല്ലെങ്കിൽ ഹെയിം വർക്ക് എന്ന് പറയും. ഹെയിം ജർമ്മൻ എന്ന് വെച്ചാൽ ഹൗസ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒരാളുടെ ബേസിക് ലാംഗ്വേജ്, നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓരോ ആൾക്കും വേണമെന്നാണ് ജർമ്മൻ കൾച്ചറിൻ്റെ പാർട്ടായിട്ട് അവർ വളർന്നു വരുമ്പോഴേ ഇംബൈബ് ചെയ്ത് വരുന്നത്. വീട്ടിൽ നിന്നാണോ കിട്ടുന്നത്? അത് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. സാധാരണ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് പറയാവുന്നത് ഈ ജർമ്മൻ പ്രൊഫസർ. അപ്പോൾ പുള്ളി വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നു. അടുക്കള, ഇന്ന് അടുക്കള ഇവിടെയാണെങ്കിൽ നാളെ അടുക്കള ഇങ്ങനെ ഇരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കാനുള്ള എല്ലാ ടൂൾസും കേപ്പബിലിറ്റീസും ഉണ്ട്. അപ്പോൾ പുള്ളിയെ കണ്ട് പുള്ളിയുടെ മകനും ഇതുപോലെ തന്നെയാണ്, ഒരു സിനിമാ സംവിധായകനാണ്. സെറ്റിൻ്റെ പകുതിയും സ്വയം ടൂൾസ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നുണ്ട്. പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്താണ് ഇവർ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കില്ലും ഈ ടൂൾസും എല്ലാം കണ്ടാണ് ഇവർ വളരുന്നത്. അത് ഏത് ലെവലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്കൂളിലും കോളേജിലും പോകുമ്പോഴും അവിടുത്തെ എന്തെങ്കിലും സ്കൂളില് ജർമ്മൻ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4ാം ക്ലാസ് വരെ പഠിക്കുന്നു. ഗ്രൂണ്ട് ഷൂളയിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഗ്രൂണ്ട് ഷൂളെ അപ്പോൾ 4ാം ക്ലാസ് വരെ ജർമ്മൻ ഒരു സ്കൂളിൽ നമ്മൾ പോയി പഠിക്കുന്നു. 4ാം ക്ലാസ് എത്തിക്കഴിയുമ്പോഴേക്കും ജർമ്മൻ ഒരു ഫെഡറൽ സിസ്റ്റമാണല്ലോ, 18-19 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിലും പല സ്റ്റേറ്റ്സും എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആണ്. 4ാം ക്ലാസ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ GPA നോക്കും, ഗ്രേഡ് പോയിന്റ് ആവറേജ്. ഗ്രേഡ് പോയിന്റ് ആവറേജ് അവർ 1 to 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ ഗ്രേഡ് പോയിന്റ് ആവറേജിൻ്റെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലുള്ളവർ മാത്രം സയൻസും അൾട്ടിമേറ്റ്ലി ആ രീതിയിൽ ഒരു സയൻറ്റിസ്റ്റോ അക്കാഡമീഷ്യനോ ആകാൻ വേണ്ടിയുള്ള ജിംനേഷ്യം എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നീങ്ങും. ഈ തീരുമാനം എടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ്. ജിംനേഷ്യം എന്ന് പറയുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ഉള്ള സ്കൂൾസ് അല്ല. ജിംനേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇല്ലാത്ത സ്കൂളുകളാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് GPA ഉള്ളവർ സാധാരണ ജിംനേഷ്യത്തിനകത്തോട്ട് പോകും. പിന്നെ GPA കുറച്ചും കൂടെ കുറവുള്ളവർ ഹൗട്ട് ഷൂളയിലേക്ക് പോകും. പിന്നെ ഈ GPA ഏറ്റവും ബെസ്റ്റും ഏറ്റവും കുറവിന് ഇടയ്ക്കുള്ളവർ റിയൽ ഷൂളെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൗട്ട് ഷൂളെ, റിയൽ ഷൂളെ, പിന്നെ ജിംനേഷ്യം. അപ്പോൾ ഇതിനകത്ത് ജിംനേഷ്യം മാത്രമാണ്, അവർക്ക് മാത്രമാണ് അൾട്ടിമേറ്റ്ലി യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഈ 4ാം ക്ലാസ് കഴിയുമ്പോഴേ ഇയാൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുമോ എന്നുള്ള തീരുമാനം എടുക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം സ്കൂൾ ലെവലിൽ 4ാം ക്ലാസ് ആകുമ്പോഴേ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ ഇവർ ജോയിൻ ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ വൊക്കേഷണൽ, നമ്മുടെ ഇവിടുത്തെ എന്താണ് ക്രാഫ്റ്റ് പീരീഡ് പോലെ അല്ല, ഇവർക്ക് അത് കുറച്ചും കൂടെ ഇൻറ്റൻസായിട്ട് ഇവരെ പല പല സ്കിൽസിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഇവർ സ്കൂളിൽ പഠിക്കുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലും ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ 4ാം ക്ലാസ് എത്തുമ്പോഴേക്കും തന്നെ ഇവർക്ക് കുറേ ഇതുമായിട്ടൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കും. അതാണ് ആ സിസ്റ്റം. അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ എങ്ങനെയാണ് കുട്ടി വളർന്നു വരുന്നത്, രക്ഷകർത്താക്കൾ എങ്ങനെയാണ് വളർത്തുന്നത്, സ്കൂളിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഏതൊക്കെ വഴികളിൽ കൂടെ പോകാം. ഇനിയിപ്പം ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്കൊന്ന് വരാം. നമ്മളിവിടുത്തെ ഒരു സാധാരണ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ഥാപിതമായ ഇതുപോലത്തെ വഴികളൊന്നും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലായാലും പ്രത്യേകിച്ച് കുടുംബങ്ങളിലും വളരെ ചുരുക്കം ചില ഇടങ്ങളിൽ കേട്ടിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കും. അങ്ങനത്തെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ വളരെ കുറവാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ, ഉണ്ടാക്കാൻ പറ്റുമോ, ആണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് പക്ഷേ +2 ലെവലിലാണ് അത് നടക്കുന്നത്. അതെ, ടെക്നിക്കൽ സ്കൂൾസ് എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ ഒരു ഇതുണ്ട്. ടെക്നിക്കൽ 8, 9, 10 അത് കഴിഞ്ഞിട്ട് വൊക്കേഷണൽ. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രൈമറി ലെവൽ മുതൽ ഇത് തുടങ്ങണം.
ഈ ക്രാഫ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ് വെറും ഒരു അലങ്കാരത്തിന് മാത്രം ആകാതെ അത് സ്ട്രോങ് ആവണം. കൂടാതെ ഏത് കുട്ടിയാണെങ്കിലും, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിയാണെങ്കിലും 4, 5, 6, 7, 8, 9, 10 ഈ ക്ലാസ്സുകളിൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടൊരു സ്കില്ല് സിലബസിൻ്റെ പാർട്ടായി മാറണം. അതിപ്പോൾ എന്തും ആകാം, മാസണറി ആകാം, അല്ലെങ്കിൽ കാർപ്പൻട്രി ആകാം, വേറെ ഇതുപോലെയുള്ള മെഷീനിങ് ആകാം, അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് മെയിൻ്റനൻസ്. ഇത് അത് സ്കൂളിൽ തന്നെ ഇരുന്ന് ചെയ്യണമെന്നില്ല. അത് പല പല കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്യാം. ജർമ്മനിയിൽ അതാണ് ചെയ്യുന്നത്. ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി രീതിയിൽ പഠനത്തിന് പോകുന്നവർ സെപ്പറേറ്റ്, ബാക്കിയുള്ള സിസ്റ്റത്തിൽ പഠിക്കുന്നവർ ഈ ഷൂളയിലും ഹയർ റിയൽ ഷൂളയിലും പഠിക്കുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% ഓഫ് ദ ടൈം കമ്പനികളിലാണ്. ശരി. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂളിൽ ഇരുന്നല്ല പഠിക്കുന്നത്. 30% ഓഫ് ദ ടൈം മാത്രമേ ഉള്ളൂ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത്. ബാക്കി അവർ ആക്ച്വലായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ 5, 6, 7, 8, 9 5 കൊല്ലം ഒരു സിസ്റ്റത്തിലാണെങ്കിൽ 5 കൊല്ലം പഠിക്കും, മറ്റേ സിസ്റ്റത്തിലാണെങ്കിൽ 6 കൊല്ലം പഠിക്കും. അപ്പോൾ അവർ റിയൽ ടൈമിൽ ഫുള്ളി ട്രെയിൻഡ് ആയിട്ടാണ്. അതിൻ്റെ ചെറിയൊരു തിയററ്റിക്കൽ പാർട്ട് 30% മാത്രം സ്കൂളിൽ വന്ന് പഠിക്കും, അതിൻ്റെ എക്സാം എഴുതും. അപ്പോൾ ആ ഒരു സിസ്റ്റം നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ സൊസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ലേബൽ ചിലപ്പം വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളാണെന്നുള്ളൊരു ഫീലിംഗ് ഇവിടെ ഉണ്ട്. പക്ഷെ ജർമ്മനിയിൽ അങ്ങനെയല്ല. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റിക്കകത്ത്. എന്ന് മാത്രമല്ല, ഇത് ജർമ്മനിയിൽ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഇപ്പോൾ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, എൻജിനീയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, എല്ലാത്തിനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ ഏജൻസീസും ഉണ്ട്. അവിടെ ബേക്കറി നടത്തണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഏജൻസിയും ഉണ്ട്. കാർപ്പൻട്രിക്ക് അത് അവരുടേതായ സ്വന്തം ചേംബർ ഓഫ് കാർപ്പൻറ്റേഴ്സ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ ഒരു വലിയ വില ഇതിനുണ്ട്. അതുകൊണ്ട് അത് ക്ലിയറായിട്ട് സൊസൈറ്റിയിൽ വിലയുണ്ട്, വീട്ടിൽ ഈ ട്രെയിനിങ് ഉണ്ട്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ട്രെയിനിങ്. അവർ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നു. അവർ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ദേ ആർ റിയലി എഫിഷ്യൻറ്റ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഫർദർ ട്രെയിനിങ് വീണ്ടും ഉണ്ട്. 3 കൊല്ലം വേണമെങ്കിൽ ഫർദർ ട്രെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കൾച്ചറൽ സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജർമ്മൻ എഡ്യൂക്കേഷൻ അങ്ങനെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം നമുക്ക് ഇങ്ങോട്ട് അതേപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. അത് അടിത്തട്ട് തൊട്ട് തുടങ്ങും. അതായത് വീടുകളിൽ നിന്ന് തുടങ്ങും. കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണം. അതിനുള്ള സാഹചര്യം വേണം. മുതിർന്നവരെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. സ്കൂളിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു സ്കൂളിൻ്റെ അടുത്തൊരു വലിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ വരെ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കുട്ടികൾക്ക് പോയിരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. വർക്ക്ഷോപ്പോ കാർപ്പൻട്രിയോ ഇതൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സ്ഥലമോ. അപ്പോൾ ഇത് ഈ നമ്മുടെ ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കൂടെ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു റൂട്ട്, നേരത്തെ പറഞ്ഞ ജിംനേഷ്യം പോലെ വേറൊരു റൂട്ട് റെഗുലർ എഡ്യൂക്കേഷൻ്റെ. അപ്പം ഇങ്ങനെ അപ്പം എനിക്ക് ഇതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ചോദ്യം, അത് എനിക്കറിയില്ല എത്രത്തോളം അവിടെ ശരിയാണെന്ന്. അതായത് ഇങ്ങനെ ഒരു കൾച്ചർ ജർമ്മനിയിലുണ്ടെന്ന് തോന്നുന്നു. ഇത് ലൈഫ് സ്കിൽസിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഇത് ലൈഫ് സ്കിൽസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ ജിംനേഷ്യത്തിൽ പഠിച്ച ആളാണ് എൻ്റെ പ്രൊഫസറുടെ മകൻ. ഇപ്പോൾ ഫിലിം ഡയറക്ടറാണ്. അയാൾക്ക് ഒരു സെറ്റ് ഉണ്ടാക്കാനോ സെറ്റ് ഡിസൈൻ ചെയ്യാനോ വേറെ ആരെയും വിളിക്കണ്ട. അയാൾ കാർപ്പൻട്രിയും എല്ലാം അയാൾക്ക് നല്ല വശമുള്ളതുകൊണ്ട് അയാളത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്നു. പിന്നെ ഈ പ്രൊഫസർ എന്ന് പറയുന്നത്, ഈ പ്രൊഫസർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരു വീട്ടിലെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്നു, അതൊരു ടാസ്കേ അല്ല. അത് അവർ നാച്ചുറലായിട്ട് അവർ എല്ലാ അളവുകളൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് അവർ അത് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് മാത്രമല്ല, ലേബറിന് ആളെ കിട്ടാനേ ഇല്ല. അപ്പോൾ നാച്ചുറലി ഇവർ അത് ചെയ്യാനുള്ള ഒരു ഇമ്പറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആളെ കിട്ടാനില്ല, എക്സ്ട്രീംലി എക്സ്പെൻസീവ്. പിന്നെ ഇവർക്ക് ഈ സ്കില്ലും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇവർ ലൈഫിൽ ഈ സ്കില്ല് ശരിക്കും അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ ഇതുപോലത്തെ അല്ലാതെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്തെങ്കിലും കാണാറുണ്ടോ? ഈ ലൈഫ് സ്കിൽസ്, ഇങ്ങനത്തെ സ്കില്ല് ഉള്ളത് നമ്മുടെ എന്താണ്, പരസ്പരമുള്ള ആൾക്കാരുമായിട്ടൊക്കെ തമ്മിലുള്ള ഇടപാടുകളിൽ ഇത് അധികം റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ പോലെയോ അല്ലെങ്കിൽ ബാക്കി സാധാരണ മനുഷ്യർ ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരുടെ ഇൻട്രാക്ഷനും. ഇവർ എമോഷണൽ ആവുന്നതും അല്ലാതെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതും എല്ലാം അതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ ഹൈ ആണ്. അത് ആ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. കാരണം കുട്ടികൾ എടുത്തുകൊണ്ട് നടക്കുന്നില്ല, അവരെ ക്യാരി ചെയ്യുന്ന ബാസ്ക്കറ്റിലാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ തള്ളിക്കൊണ്ടുപോകും, പ്രാമിനകത്താണ്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മിക്കവാറും ബ്രേക്കും ഇതൊന്നുമില്ലാത്ത ഒരു സൈക്കിൾ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവർ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങും ഇൻഡിപെൻഡൻറ്റ് മൈൻഡും ഉണ്ട്. പക്ഷെ പ്രതിസന്ധികളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്നത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പോലെയാണ്. അവർക്ക് ഈ സ്കില്ല് ഉണ്ട്, അതുപോലെ പ്രത്യേകിച്ചൊരു വ്യത്യാസം ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു വളരെ ചിട്ടയോടെ കുറച്ച് കാലമെടുക്കും, എന്നാലും അണുകുടുംബങ്ങളാണെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളിൽ ഈ രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ട് തനിയെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു കൾച്ചർ കുഞ്ഞുനാളിലെ കൊണ്ടുവരികയാണെങ്കിൽ സ്കൂളുകളിലും അതിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ ആ വഴിക്ക് വന്നേക്കും. പക്ഷെ ഇതിനകത്തും ജർമ്മനിയിലും ഇതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. 4ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റാത്ത രീതിയിൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം വെച്ച് ഇവൻ ടെക്നിക്കലായിട്ട് ഇനി പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അവിടെ തീരുമാനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കൊക്കെ ഇതിനൊരു മാറ്റം വേണം, ഇപ്പോൾ പഠിക്കുന്നില്ലെങ്കിലും ഭാവിയിൽ നല്ല പഠിത്തക്കാരനായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഒരു പരീക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രോബ് ഉണ്ടർസ്റ്റ് എക്സാം എന്ന് പറയുന്നൊരു എക്സാം. ആ എക്സാം നമ്മുടെ ഈ ജാമോ അല്ലെങ്കിൽ JEE പോലത്തെ ഒരു എക്സാം 4ാം ക്ലാസ് കഴിയുമ്പോൾ എഴുതണം. ആ എക്സാം എഴുതി വെരി ഹൈ മാർക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കിട്ടിയ GPA മാറ്റി വെച്ചിട്ട് ഈ മാർക്കിന്റെ ബേസിസിൽ ഇവന് വേണമെങ്കിൽ ഹയർ ലാറ്ററൽ എൻട്രി. പക്ഷെ അതിനകത്ത് ജയിച്ചു വരുന്നവരുടെ എണ്ണം എക്സ്ട്രീംലി ലോ. എഴുതുന്നവരിൽ ഒരു 5% അത് സാധിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ ടെക്നിക്കലിൽ തന്നെ കാർപ്പൻട്രി അങ്ങനത്തെ ടെക്നിക്സും, പിന്നെ വേറൊരു ടെക്നിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ്, ആ രീതിയിൽ പോകുന്നതും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഇതായിട്ട് പോകാതെ കമ്പൈൻ ചെയ്ത സ്കൂൾസും ഉണ്ട്. അതിനെ ഗസാംപ് ഷൂൾ എന്ന് വിളിക്കും. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ ഈ ഗസാംപ് ഷൂൾ ആയിരിക്കും. ഇങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ വേണമെങ്കിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പോളിടെക്നിക്കും ITIയും അത് പക്ഷേ വളരെ ലേറ്റായിട്ട്, നമ്മൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോളിടെക്നിക്കും ITIയെ കുറിച്ചുള്ള ട്രെയിനിങ്ങും ചിന്തയും വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് സ്കൂൾ സിസ്റ്റത്തിനകത്ത് കയറുന്ന അന്ന് മുതൽ ട്രെയിനിങ് ആണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് യൂണിവേഴ്സിറ്റി പോകുമോ എങ്ങോട്ട് പോകുമെന്നുള്ളത് നോക്കാതെ ഈ ട്രെയിനിങ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അവസാനം പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം, ഒരു 4ാമതൊരു വഴി. അതായത് ശരിക്കും വിദ്യാഭ്യാസത്തിനോടൊപ്പം നൈപുണികളും കൂടെ ചേർത്തുകൊണ്ട്, അപ്പോൾ ഒരു സ്വയം പര്യാപ്തനായ ഒരു വിദ്യാർത്ഥി ഈ സംവിധാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. വളരെ നന്ദി ഡോക്ടർ പ്രദീപ് കുമാർ. ഇത്രയും കാര്യങ്ങൾ ജർമ്മനിയിൽ ശരിക്കും ജർമ്മൻ ഒരു ഒരു സംസ്കാരം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നതെന്ന് പോലും താങ്കളുടെ ഇത്രയും നേരത്തെ ഇന്ന് നമുക്ക് മനസ്സിലായി. വളരെ നന്ദി. താമരശ്ശേരി ചുരത്തിൽ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്നും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയെക്കുറിച്ച് നമ്മുടെ രക്ഷകർത്താക്കളും അതുപോലെ സ്കൂളിലും കോളേജിലുമൊക്കെ എത്തുന്ന കുട്ടികളെ, വിദ്യാർത്ഥികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടതെന്ന് അധ്യാപകരും ചിന്തിക്കേണ്ട ഒരു സമയമാണ്.
ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കുട്ടികളെ ഓരോ കുട്ടികൾക്കും അവരുടെ വാസനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒപ്പം ജീവിതത്തിൽ കുട്ടി ഇടപെടുന്ന മേഖലകളിൽ എന്തൊക്കെ നൈപുണികൾ ആ കുട്ടിക്ക് വേണ്ടതുണ്ട് അത് കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു കുട്ടികളുടെ ഒരു വളർച്ചയും വിദ്യാർത്ഥികളുടെ ഒരു വളർച്ചയും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇന്നത്തെ താമരശ്ശേരി ചുരത്തിൽ നമുക്ക് ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ നന്ദി ഒരിക്കൽ കൂടി പ്രദീപ് കുമാർ. നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഒരു എപ്പിസോഡുമായി താമരശ്ശേരി ചുരം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തെത്തും. നന്ദി, നമസ്കാരം.